1899 ചെങ്ങന്നൂർ പുത്തൻകാവ് തെക്കേപ്പറമ്പിൽ യാക്കോബായ മാതാപിതാക്കളുടെ മകനായി കെ. എബ്രഹാം ജനിച്ചു. 1912 മർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം ഭാരവാഹിയായിരുന്ന തിരുവല്ല ചെത്തിക്കാട്ട് വർഗീസ് വാദ്യാരുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു. മുത്തമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശിയുടെ പ്രസംഗം ശ്രവിച്ച് 1914 സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന കെ. എബ്രഹാം KV സൈമണിൻ്റെ കൈക്കീഴിൽ 1916 സ്നാനമേറ്റ് വേർപാട് വിശ്വാസിയായി. KV സൈമൺ മലങ്കര വിയോജിത സഭ രൂപീകരിച്ചതോടെ കെ. എബ്രഹാമും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മുളക്കുഴ, ബുധനൂർ സഭകളും സ്വതന്ത്രരായി നിലകൊണ്ടു. സ്വതന്ത്രമായി നിലകൊണ്ട മുളക്കുഴ, ബുധനൂർ സഭകൾ പിന്നീട് ജോൺ A.D. ഖാൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ച് ഓഫ് ഗോഡിൽ ചേർന്നു. പിന്നീട് അത് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡായി മാറി. അതിനുശേഷം ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന സഭയായി ഇന്നറിയപ്പെടുന്നു. ഇന്ന് ഈ സഭയുടെ കേന്ദ്ര ഓഫീസ് എറണാകുളം വൈറ്റ്ലയിലുള്ള എക്ലീഷ്യയിലാണ്. കൂടാതെ ഇവർക്ക് നെയ്യാറ്റിങ്കര, മുളക്കുഴ തുടങ്ങിയ സ്ഥലങ്ങളിലും കേന്ദ്രങ്ങളുണ്ട്. ഈ സഭയുടെ ചുമതലയിലായിരുന്ന ജോൺ A.D. ഖാനാണ് പാസ്റ്റർ കെ. എബ്രഹാമിൻ്റെ വിവാഹം നടത്തിയത്. ജോൺ അലാവുദ്ദീൻ ഖാൻ എന്ന ജോൺ A.D. ഖാൻ ആരംഭിച്ച ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിന് ആദ്യകാല അംഗങ്ങളിൽ പ്രമുഖരായിരുന്നു പാസ്റ്റർ കെ. എബ്രഹാമും പാസ്റ്റർ ജോൺ അയ്യാപിള്ളയും. ആദ്യകാലത്ത് ചർച്ച് ഓഫ് ഗോഡ് എന്ന പേരിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് അമേരിക്കൻ മിഷണറിയായിരുന്ന ആൻഡേഴ്സണുമായി സഹകരിച്ചതോടെ ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുമായി സാമ്യമുള്ള ചട്ടക്കൂട്ടാണെങ്കിലും തമ്മിൽ ആശയപരമായി യോജിക്കാൻ കഴിയാത്ത പല ഘടകങ്ങളുമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച എന്നത് ഒരു ദൈർഘ്യമേറിയ കാലയളവ് എന്നതിലുപരി മറ്റൊരർത്ഥം അതിനില്ല എന്നതാണ്. അന്യഭാഷ ഉണ്ടെങ്കിലും അതുമാത്രമല്ല ആത്മസ്നാനത്തിൻ്റെ അടയാളം. യഹൂദന് ബൈബിളിൽ നൽകിയിരിക്കുന്ന പ്രത്യേക പ്രാധാന്യത്തോട് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് യോജിക്കുന്നില്ല. രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ഈ കൂട്ടർ മരുന്ന് കഴിക്കുന്നത് പിന്മാറ്റമായി കരുതുന്നു. 1923 കെ. എബ്രഹാമിനെ ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് പുറത്താക്കുന്നത്. അതിന് കാരണം കെ. എബ്രഹാം പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചു എന്നതാണ്. പാസ്റ്റർ കെ. എബ്രഹാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് എവിടെ വെച്ചെന്ന് നോക്കാം. തൻ്റെ അധ്യാപക ജോലിയിൽ നിന്നും 6 മാസത്തെ അവധിയെടുത്ത ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കുളനടയിലെ ശുശ്രൂഷകനായി എത്തിയ കെ. എബ്രഹാം അവിടെ വെച്ച് പന്തളം മത്തായി ഉപദേശിയെ പരിചയപ്പെട്ടതോടെയാണ് യഥാർത്ഥ പെന്തക്കോസ്ത് സത്യം അറിയുന്നത്. മിസ് ബൗൺസിൽ, മിസ് ആൾഡ്വിങ്കിൾ എന്നിവരോടൊപ്പം തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പന്തളം മത്തായി ഉപദേശിയുടെ വീട്ടിൽ ചില നാളുകൾ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് തിരുവനന്തപുരത്തുള്ള മനശ്ശെ പ്രസംഗിയാർ എന്നയാളെക്കുറിച്ച് അറിയുന്നു. അവിടെ എത്തിയ കെ. എബ്രഹാം 1923 സി. മനശ്ശെയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. പാസ്റ്റർ മനശ്ശെയെക്കുറിച്ച് ഇത്തരണത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 1878 നെയ്യാറ്റിങ്കരയ്ക്ക് സമീപം പരണിയം എന്ന സ്ഥലത്ത് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു. 1896 രക്ഷിക്കപ്പെട്ടു. 1900 LMSലെ ഒരു സുവിശേഷകനായി. അവിടെ സുവിശേഷ വേല ചെയ്തു വരവേ താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ ഉപദേശങ്ങളെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആ സഭയിൽ നിന്ന് മുടക്കി. പിന്നീട് മിസ് ആൾഡ്വിങ്കിളിൻ്റെ പ്രവർത്തന ഫലമായി അദ്ദേഹവും ഭാര്യയും പൂവാർ നദിയിൽ സ്നാനമേൽക്കുവാനിടയായി. തുടർന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിനായി അന്ന് മദ്രാസിലുണ്ടായിരുന്ന ജോൺ വാസു, തെങ്കാശിക്ക് സമീപമുള്ള ചെങ്കോട്ട പുളിയറയിൽ S. ജവരത്നം തുടങ്ങിയവരോടൊപ്പം ആഴ്ചകളോളം താമസിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് തൻ്റെ വീട്ടിലെത്തി മുറി അടച്ച് പ്രാർത്ഥിച്ചു. 1921 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. തുടർന്ന് പുതുകൂടിവരവുകൾ ആരംഭിച്ചു. പരണിയത്തായിരുന്നു ആദ്യ പ്രവർത്തന സ്ഥലം. തുടർന്ന് കുഴിത്തുറ, മേൽപ്പുറം, പാറശാല, കളിയിക്കവിള, മാർത്താണ്ഡം, കുളച്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രവർത്തനം തുടങ്ങി. 1932 AC ശാമുവേൽ AGയുടെ പ്രവർത്തകനായി തിരുവനന്തപുരത്തെത്തുമ്പോൾ മനശ്ശെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 1938 നിത്യതയിൽ പ്രവേശിച്ചു. അങ്ങനെ 1923 സി. മനശ്ശെ പ്രസംഗിയാരുടെ വീട്ടിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതറിഞ്ഞ് പാസ്റ്റർ കെ. എബ്രഹാമിനെ സ്വതന്ത്ര വിയോജിത സഭയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ കെ. എബ്രഹാം ഒറ്റപ്പെട്ടു പോയ സന്ദർഭമുണ്ടായി. ആത്മസ്നാനം പ്രാപിച്ചവരുമായുള്ള കൂട്ടായ്മകൾക്കായി കെ. എബ്രഹാം ഏറെ ആഗ്രഹിച്ചിരുന്നു. പന്തളം മത്തായി ഉപദേശിയുടെ വീട്ടിലും ബർഗ് സാഹിബിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച പുന്തല കാവിൽ യോനാച്ചൻ്റെ വീട്ടിലുമായി ഇടയ്ക്കിടെ കൂട്ടായ്മ ആചരിക്കാറുണ്ടായിരുന്നു. താൻ അനുഭവിച്ച പരിശുദ്ധാത്മസ്നാനത്തെക്കുറിച്ച് പരിശുദ്ധാത്മസ്നാനം എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാനിടയായി. 1924 മുളക്കുഴയിൽ പെന്തക്കോസ്ത് കൂടിവരവ് ഉടലെടുത്തു.
ഈ കൂട്ടായ്മയിൽ സ്വതന്ത്ര വിയോജിത സഭയിലെയും ബർഗിൻ്റെയും മറ്റും മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് അഭിഷേകം പ്രാപിച്ചവരും പങ്കെടുക്കാൻ തുടങ്ങി. അക്കാലത്ത് വെട്ടിയാർ നിന്ന് പോലും പലരും മുളക്കുഴയിലെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. കെ ഇ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ കൂട്ടായ്മകൾ ആരംഭിച്ചതോടെ വിവിധ യോഗങ്ങളിൽ പങ്കെടുത്ത് ആത്മസ്നാനം പ്രാപിച്ച് കൂട്ടായ്മകളിൽ പങ്കെടുക്കാനാകാതെ ഒറ്റപ്പെട്ടിരുന്നവർ വിവിധ കൂടിവരവുകളിൽ പങ്കെടുക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ പന്തളം, ഇലന്തൂർ, മുളക്കുഴ, കടമ്പനാട്, വാര്യാപുരം എന്നീ സ്ഥലങ്ങളിൽ കൂടിവരവുകൾ ആരംഭിക്കുകയോ പുനരുജ്ജീവിപ്പിക്കുകയോ ചെയ്തു. റവറൻഡ് റോബർട്ട് എഫ് കുക്ക്, മേരി ചാപ്മാൻ തുടങ്ങിയ വിദേശ മിഷണറിമാരും നല്ല സഹകരണ ബന്ധത്തിലായിരുന്നു കെ ഇ എബ്രഹാം. ആത്മസ്നാനം പ്രാപിച്ച കെ ഇ എബ്രഹാമിനെ മധ്യ തിരുവിതാംകൂറിലെ വിവിധ പ്രദേശങ്ങളിലെ സഭകളും സംഘടനകളും വിളിച്ച് മീറ്റിങ്ങുകൾ നടത്തിക്കുമായിരുന്നു. അതിൽ പ്രധാനമാണ് പൊയ്കയിൽ യോഹന്നാൻ ഉപദേശിയുടെ സംഘടന. മാവേലിക്കരയിൽ നടത്തിയ മീറ്റിങ്ങിന് ശേഷം ഒരാൾ അദ്ദേഹത്തെ ആക്രമിച്ചെങ്കിലും കെ ഇ എബ്രഹാം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റാന്നി, മേക്കുഴൂർ, കുമ്പനാടിൻ്റെ വിവിധ പ്രദേശങ്ങൾ, കങ്ങഴ, എറണാകുളത്തിൻ്റെ ചുറ്റുപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും കെ ഇ എബ്രഹാം മീറ്റിങ്ങുകൾ നടത്തിയതിനെ തുടർന്ന് വേല വ്യാപിക്കുവാനിടയായി. കെ ഇ എബ്രഹാമിൻ്റെ പ്രവർത്തന ഫലമായി ഉടലെടുത്ത സഭകൾ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. അക്കാലത്ത് സഭാ ഹാളുകൾ നിർമ്മിക്കേണ്ടത് ആവശ്യമായി വന്നതിനാൽ വിദേശ മിഷണറിമാരോട് സഹായം തേടാൻ സഭ തീരുമാനിച്ചു. അപ്പോൾ കുക്കുസായിപ്പ് അമേരിക്കയിലായതിനാൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മിഷണറിയായിരുന്ന മേരി ചാപ്മാനോട് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. റാന്നി ചേത്തയ്ക്കൽ സഭ പണിയുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ചെയ്യണമെങ്കിൽ വസ്തുവിൻ്റെ ആധാരം അസംബ്ലീസ് ഓഫ് ഗോഡ് ജനറൽ സെക്രട്ടറിയുടെ പേരിൽ എഴുതിയാൽ മാത്രമേ കെട്ടിടം പണിക്കുള്ള സഹായം ചെയ്യുകയുള്ളൂ എന്ന് മേരി ചാപ്മാൻ നിലപാടറിയിച്ചു. സ്ഥലം സഭയുടെ പേരിൽ മാത്രമേ ആധാരം രജിസ്റ്റർ ചെയ്യൂ എന്ന് തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ നേതാക്കളും ഉറച്ചു നിന്നതോടെ ഇരു സഭകളും തമ്മിലുള്ള ബന്ധം വഷളായി. അമേരിക്കയിലായിരുന്ന കുക്കുസായിപ്പ് നാട്ടിലെത്തിയത് അസംബ്ലീസ് ഓഫ് ഗോഡ് മിഷണറി ആയിട്ടാണ്. തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ചെങ്ങന്നൂരിനടുത്തുള്ള മഴുക്കീറിലേക്ക് താമസം മാറ്റി. പിന്നീട് കുക്കുസായിപ്പിൻ്റെ സഭകളും കെ ഇ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭയും മലങ്കര പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേരിൽ 1926 ഒക്ടോബർ 6 യോജിച്ചു. എങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡുമായുള്ള സഹകരണ ബന്ധം കുക്കുസായിപ്പിൽ കൂടി നിലനിന്നിരുന്നു. മലങ്കര പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസിഡൻ്റായി റോബർട്ട് എഫ് കുക്കും വൈസ് പ്രസിഡൻ്റായി കെ ഇ എബ്രഹാമും അധികാരമേറ്റു. ആഞ്ഞിലിത്താനം പ്രദേശത്തും ചുറ്റുപാടും കെ ഇ എബ്രഹാം മീറ്റിങ്ങുകൾ നടത്തി. ആഞ്ഞിലിത്താനത്ത് കൂട്ടായ്മ ആരംഭിച്ചു. ഉത്തര തിരുവിതാംകൂറിലേക്കും കെ ഇ എബ്രഹാം തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. 1928 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മൗണ്ട് സിയോൻ ബൈബിൾ സ്കൂൾ അധ്യാപകനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 1929 അസംബ്ലീസ് ഓഫ് ഗോഡ് സൗത്ത് ഇന്ത്യ സിലോൺ കൗൺസിൽ രൂപീകരിച്ചു. അതോടെ പുതിയ ഒരു തീരുമാനവും അസംബ്ലീസ് ഓഫ് ഗോഡ് എടുത്തു. ഓരോ സുവിശേഷ പ്രവർത്തകനും അതിര് നൽകി. മറ്റൊരാളുടെ പ്രവർത്തന സ്ഥലത്ത് കടക്കാൻ വേറൊരാൾക്ക് അധികാരമില്ല. ഈ തീരുമാനം മലങ്കര പെന്തക്കോസ്ത് സഭയ്ക്ക് അംഗീകരിക്കാനായില്ല. തങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാകയാൽ ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യം ശക്തമായി. തുടർന്ന് കുക്കുസായിപ്പ് ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിച്ചു. ഒടുവിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് അമേരിക്കൻ കൗൺസിലിൻ്റെ അതിർവരമ്പ് നിശ്ചയിക്കുന്ന നയത്തിൽ പ്രതിഷേധിച്ച് മലങ്കര പെന്തക്കോസ്ത് ദൈവസഭ അസംബ്ലീസ് ഓഫ് ഗോഡുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡുമായുള്ള വേർപിരിയൽ കുക്കുസായിപ്പിന് കൂടുതൽ ദുഃഖകരമായിരുന്നുവെങ്കിലും ദൈവാശ്രയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. സിലോൺ പെന്തക്കോസ്ത് മിഷൻ പ്രവർത്തകൻ പാസ്റ്റർ പോളിൻ്റെ അപ്പോസ്തോലിക കാലത്തെ വിശ്വാസ ജീവിതം എന്ന ആശയവും സ്ഥലം സഭകളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നതിനും കുക്കുസായിപ്പിനൊപ്പം നിൽക്കുന്നത് സാധ്യതകൾ കുറയ്ക്കുമെന്ന് കെ ഇ എബ്രഹാമും കൂട്ടരും കരുതി. അങ്ങനെ പഴയ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേരിൽ നിന്നവർ മലങ്കര പെന്തക്കോസ്ത് ദൈവസഭയിൽ നിന്ന് വേർപിരിഞ്ഞു. കുക്കുസായിപ്പുമായുള്ള ബന്ധം വിട്ടതിനെ തുടർന്ന് പാസ്റ്റർ PM ശമൂവേൽ തൻ്റെ പ്രവർത്തനത്താൽ രൂപീകരിക്കപ്പെട്ട 17 സഭകളുമായി തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ചേർന്നു. സിലോൺ പെന്തക്കോസ്ത് മിഷൻ പാസ്റ്റർ പോളിൻ്റെ സ്വാധീനത്തിലാണ് ഈ യോജിപ്പുണ്ടായത്. പാസ്റ്റർ പോളിനാൽ പാസ്റ്റർ കെ ഇ എബ്രഹാം ഓർഡിനേഷൻ ലഭിച്ചു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.